പാറ്റകളെ തുരത്തണ്ടേ, പാറ്റകളെ തുരത്തണ്ടേ, പാറ്റകളെ തുരത്തണ്ടേ, പാറ്റകളെ തുരത്തണ്ടേ, പാറ്റകളെ തുരത്തണ്ടേ, പാറ്റകളെ തുരത്തണ്ടേ, പാറ്റകളെ തുരത്തണ്ടേ. എങ്കിൽ നമുക്ക് ആ പാറ്റകളെ തുരത്തണ്ടേ, തുരത്തണം, തുരത്തിയേ കഴിയൂ. പ്രിയമുള്ളവരെ, ഈ നിമിഷം നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയമുണ്ട്. നെഞ്ചിടിപ്പ് കൂട്ടുന്ന, വല്ലാതെ ശ്വാസം മുട്ടിക്കുന്ന ഒരു ഭയം. ഇത് കേവലം ഒരു വാർത്ത വായിക്കുന്നതിൻ്റെയോ എന്തെങ്കിലും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെയോ ഭയമല്ല, മറിച്ച് നമ്മുടെ ജീവവായുവായ നാം ജനിച്ചു വളർന്ന ഈ മഹത്തായ രാജ്യം, നമ്മുടെ ഭാരതം ചെന്നെത്താൻ പോകുന്ന വലിയൊരു ദുരന്തത്തെക്കുറിച്ചുള്ള നടുക്കുന്ന ഓർമ്മപ്പെടുത്തലാണ്. അതെ, നിങ്ങളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നതിന് മുൻപ് വരാനിരിക്കുന്ന ആ വലിയ ആപത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുക എന്നത് എൻ്റെ കടമയാണ്. നിങ്ങളുടെ ചിന്തകളെ അത് അസ്വസ്ഥമാക്കിയേക്കാം, എങ്കിലും ഇത് നിങ്ങൾ കേട്ടേ തീരൂ. നമ്മുടെ രാജ്യം ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടുണ്ട്. അധിനിവേശങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ചോര വീണ ഒരു നീണ്ട ചരിത്രം നമുക്കുണ്ട്. അപ്പോഴൊക്കെയും നമ്മൾ നെഞ്ചു വിരിച്ചു നിന്ന് പോരാടിയിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ നേരിടുന്ന ഭീഷണി അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. ഇത് അതിർത്തി കടന്നു വരുന്ന ശത്രുവിൻ്റെ വെടിയുണ്ടകളല്ല, മറിച്ച് നമ്മുടെ സ്വന്തം മണ്ണിൽ നമ്മുടെ കൂടെ നടക്കുന്നവരെ തന്നെ ഉപയോഗിച്ച് ഈ നാടിൻ്റെ അടിവേരർക്കാൻ ശ്രമിക്കുന്ന അദൃശ്യനായ ശത്രുവിൻ്റെ ഭയാനകമായ തന്ത്രങ്ങളാണ്. ഡൽഹിയിലെ തെരുവുകളിൽ ഇന്ന് നാം കാണുന്ന ഈ പ്രതിഷേധങ്ങൾ, അടങ്ങാത്ത ഈ ആൾക്കൂട്ട ബഹളങ്ങൾ, അതിനെ വെറുമൊരു സമരമായി അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും അവകാശ പോരാട്ടമായി മാത്രം കണ്ട് നാം സമാധാനിക്കുകയാണെങ്കിൽ വരും തലമുറ നമ്മോട് പൊറുക്കില്ല. ചരിത്രം നമ്മെ വിഡ്ഢികൾ എന്ന് വിളിക്കും. കാരണം ഈ കാണുന്നതൊക്കെയും യാദൃച്ഛികമല്ല, ഈ കേൾക്കുന്നതൊന്നും സ്വാഭാവികമായ രോഷമല്ല. ഓരോ മുദ്രാവാക്യങ്ങൾക്കും ഓരോ ആൾക്കൂട്ടത്തിനും പിന്നിൽ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു തിരക്കഥയുണ്ട്. ആ തിരക്കഥ എഴുതപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലല്ല, അതിന് കോടികൾ ഒഴുക്കുന്നതും ഇന്ത്യക്കാരല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആയിരങ്ങൾ ഒരു കാരണവുമില്ലാതെ തെരുവിലിറങ്ങുന്നു. അവരുടെ കൈകളിൽ കൃത്യമായി അച്ചടിച്ച പ്ലക്കാർഡുകൾ, അവരുടെ നാവിന്മേൽ മുൻകൂട്ടി തയ്യാറാക്കിയ രാജ്യത്തെ വിഭജിക്കാൻ പോകുന്ന വിഷം ചീറ്റുന്ന വാക്കുകൾ. മണിക്കൂറുകൾക്കുള്ളിൽ ഈ ജനക്കൂട്ടത്തെ ഒരുമിച്ച് കൂട്ടാൻ ആരാണ് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത്? ഇതെല്ലാം ആരുടെ ബുദ്ധിയാണ്? നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ, ഇവിടുത്തെ സമാധാനാന്തരീക്ഷം തകർത്തെറിയാൻ കടൽ കടന്നെത്തുന്ന കോടിക്കണക്കിന് വിദേശ ഫണ്ടുകൾ, പ്രത്യേകിച്ച് അമേരിക്കൻ ഫണ്ടുകൾ എങ്ങനെയാണ് ഈ രാജ്യത്തിൻ്റെ സിരകളിലേക്ക് ഇത്ര കൃത്യമായി ഒഴുകിയെത്തുന്നത്? ഇവർക്ക് വേണ്ടത് നീതിയല്ല, ഇവർക്ക് വേണ്ടത് പരിഹാരവുമല്ല, ഇവർക്ക് വേണ്ടത് ചോരയാണ്, തെരുവുകളിൽ എരിയുന്ന തീയാണ്, കലാപമാണ്. കാരണം ഒരു രാജ്യം കത്തി എരിയുമ്പോൾ മാത്രം ലാഭം കൊയ്യുന്ന ലോകത്തിന്റെ പല കോണുകളിലായി ഒളിച്ചിരിക്കുന്ന ചില രാജ്യാന്തര ശക്തികളുണ്ട്. അവരുടെ പാവകളായി അവരുടെ കയ്യിലെ ചരടിനൊപ്പിച്ച് തുള്ളുന്ന കുറച്ചു പേർ നമ്മുടെ നാട്ടിലും ജനിച്ചിട്ടുണ്ട്. അവർ ഒരുപക്ഷെ അറിയുന്നില്ലായിരിക്കാം തങ്ങൾ സ്വന്തം അമ്മയുടെ നെഞ്ചിലേക്കാണ് ഈ കത്തി കയറ്റുന്നതെന്ന്. കുറച്ച് ഡോളറുകൾക്ക് വേണ്ടി അവർ വിറ്റുതുലയ്ക്കുന്നത് സ്വന്തം നാടിൻ്റെ ഭാവിയാണ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് 2020 ആ ഇരുണ്ട ദിനങ്ങൾ? പൗരത്വ നിയമത്തിൻ്റെ പേര് പറഞ്ഞ് അവർ കത്തിച്ചു. അന്ന് നഷ്ടപ്പെട്ട ജീവനുകൾ, തകർത്തെറിഞ്ഞ വീടുകൾ, ഇല്ലാതായ സ്വപ്നങ്ങൾ, അതൊന്നും ഒരു സാധാരണക്കാരൻ്റെ പ്രതിഷേധമായിരുന്നില്ല എന്ന് ഇന്ന് നമുക്കറിയാം. അത് രാജ്യത്തെ വെട്ടിമുറിക്കാൻ ലക്ഷ്യമിട്ടുള്ള വലിയൊരു അട്ടിമറിയായിരുന്നു. രഹസ്യമായി വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആയുധങ്ങൾ ശേഖരിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെ നടത്തിയ ഭരണ അട്ടിമറി ശ്രമം അന്നവർ പരാജയപ്പെട്ടു. പക്ഷേ അവർ പിന്മാറിയിട്ടില്ല. അവർ ഒരിക്കലും പിന്മാറില്ല. അവർ വീണ്ടും വന്നിരിക്കുകയാണ്, പുതിയ പേരിൽ, പുതിയ മുഖംമൂടി അണിഞ്ഞ്. ഇന്ന് അവരുടെ സംഘടനയുടെ പേര് മറ്റൊന്നാകാം. അവർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വിഷയം തൊഴിലില്ലായ്മയോ പരീക്ഷാ ക്രമക്കേടുകളോ ആവാം. പക്ഷേ ആത്യന്തികമായ ലക്ഷ്യം ഒന്ന് മാത്രം: ഭാരതം എന്ന മഹാരാജ്യത്തിൻ്റെ സമ്പൂർണ്ണ തകർച്ച, ലോകത്തിൻ്റെ
നെറുകയിലേക്ക് കുതിച്ചുയരുന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ, സാമ്പത്തിക വ്യവസ്ഥയെ താഴേക്ക് വലിച്ചിടുക. വികസനത്തിന്റെ പാതയിലോടുന്ന ഈ രാജ്യത്തിന്റെ ചക്രങ്ങളിൽ വടികുത്തിയിടുക. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ പ്രതിഷേധങ്ങൾ കൂടുതൽ കരുത്താർജിക്കുമ്പോൾ എന്ത് സംഭവിക്കും? റോഡുകൾ ഉപരോധിക്കപ്പെടും, സാധാരണക്കാരന്റെ അന്നം മുട്ടും, കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കും, വിദേശ നിക്ഷേപങ്ങൾ ഈ രാജ്യത്ത് നിന്ന് പിൻവലിക്കപ്പെടും. ലോകത്തിന് മുന്നിൽ ഇന്ത്യ എന്ന പേര് ഒരു കലാപഭൂമിയായി, തീവ്രവാദികളുടെയും അരാജകവാദികളുടെയും താവളമായി ചിത്രീകരിക്കപ്പെടും. അതുതന്നെയല്ലേ അവർക്ക് വേണ്ടതും? നാം പരസ്പരം തല്ലി മരിക്കുമ്പോൾ, നമ്മുടെ തെരുവുകളിൽ ചോരയൊഴുകുമ്പോൾ, സമുദായങ്ങൾ തമ്മിൽ വെട്ടിമരിക്കുമ്പോൾ എവിടെയോ ഇരുന്ന് ആ വിദേശ ശക്തികൾ ഷാമ്പയിൻ പൊട്ടിച്ച് ആഘോഷിക്കുകയായിരിക്കും. എന്തിനാണ് നമ്മൾ അവർക്ക് മുന്നിൽ തോറ്റുകൊടുക്കുന്നത്? എന്തിനാണ് വിദേശികളുടെ അച്ചാരം വാങ്ങി സ്വന്തം നാടിനെ ഒറ്റുകൊടുക്കുന്ന ഈ പുതിയ അവതാരങ്ങൾക്ക് നാം കൂട്ടുപിടിക്കുന്നത്? ഈ രാജ്യത്തെ യുവാക്കൾ, വിദ്യാർത്ഥികൾ, അവരാണ് നമ്മുടെ രാജ്യത്തിന്റെ, ഈ രാജ്യത്തിന്റെ നാളെയുടെ വാഗ്ദാനങ്ങൾ. അവരെ മുൻനിർത്തിക്കൊണ്ട്, അവരുടെ വികാരങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ അദൃശ്യ ശക്തികൾ കളിക്കുന്ന അപകടകരമായ കളി നാം തിരിച്ചറിഞ്ഞേ മതിയാകൂ. അവർ യുവാക്കളുടെ തലച്ചോറിലേക്ക് വിഷം കുത്തിവെക്കുകയാണ്. ഭരണകൂടത്തുള്ള വിയോജിപ്പുകളെ രാജ്യത്തോടുള്ള വെറുപ്പാക്കി മാറ്റാൻ അവർ വിദഗ്ധമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു ചെറിയ വിഷയമല്ല, ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ, ഒരു മഹാദുരന്തത്തിന്റെ ആദ്യ ലക്ഷണങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ പ്രതിഷേധങ്ങൾ. നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ, ഈ ഗൂഢാലോചനകളെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, നാളെ നമുക്ക് സ്വന്തമെന്ന് പറയാൻ ഈ രാജ്യം ബാക്കിയുണ്ടാകില്ല. സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും കണ്ടതുപോലെ തെരുവുകളിൽ തോക്കേന്തിയവർ പരസ്പരം പായുന്ന ചോരയുടെ മണമുള്ള ഒരു ഭൂമിയായി നമ്മുടെ ഭാരതം മാറും. നമ്മൾ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയതെല്ലാം ഈ വിദേശ ഫണ്ടുകളുടെ കാര്യത്തിൽ ഈ രാജ്യദ്രോഹികൾ ചുട്ടരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കണ്ണുകൾ തുറക്കുക, യാഥാർത്ഥ്യം മനസ്സിലാക്കുക, വികാരങ്ങൾ മാറ്റിവെച്ച് വിവേകം കൊണ്ട് ചിന്തിക്കുക. ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ സർക്കാരിൻ്റെയോ മാത്രം പ്രശ്നമല്ല. ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, നമ്മുടെ ജീവന്റെ പ്രശ്നമാണ്, നമ്മുടെ ഭാരതത്തിന്റെ സുരക്ഷയുടെ പ്രശ്നമാണ്. ഈ ഗൂഢാലോചനകളെ നാം ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ നേരിട്ടേ തീരൂ. നമ്മുടെ രാജ്യം ഒരു വലിയ ആപത്തിലേക്ക് വീഴാതിരിക്കാൻ, നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമായിരിക്കാൻ നാം ഇന്ന് ഉണർന്നേ മതിയാകൂ. നാളെയെ കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല. ആപത്ത് നമ്മുടെ പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞു. തിരിച്ചറിയുക, പ്രതിരോധിക്കുക. ജയ് ഹിന്ദ്. സല്യൂട്ട് ഭാരത്.